Assalamu alaikum. Let us start our new chapter, ninth chapter, algebraic expressions. Algebraic expressions. Algebraic expressions and identities. And identities. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ആൽജിബ്രിക് എക്സ്പ്രഷൻസ്. ആൽജിബ്രിക് എക്സ്പ്രഷൻസ് നമുക്കറിയാം. ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ x+3 2y - 5. അപ്പോൾ വേരിയബിൾസും കോൺസ്റ്റന്റ് ഒക്കെ ടേമൊക്കെ ചേർന്ന് വരുന്നവരാണ് നമ്മൾ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ആൽജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലേ. വേരിയബിൾസ് വരാം, കോൺസ്റ്റന്റ് വരാം. അപ്പോൾ x+3 എന്നുള്ളൊരു എക്സ്പ്രഷൻ അതിൽ x എന്നുള്ള വേരിയബിളിന് 3 എന്നുള്ള കോൺസ്റ്റന്റ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ 2y - 5 എന്നുള്ളതിൽ y എന്നുള്ള വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിനെ നമ്മൾ എന്താ പറയുന്നത് ആൽജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് algebraic expressions and addition, subtraction, multiplications. Okay, then identities. പിന്നെ algebraic identities നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു എക്സ്പ്രഷൻ algebraic എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഫാക്ടർ ക്ലിയർ ആണ്, ഏതൊക്കെ ഫാക്ടർ നമുക്ക് ക്ലിയർ ആണ്. നമുക്ക് ഈ ഫാക്ടർ നമുക്ക് ക്ലിയർ ആണ്. ഫസ്റ്റ് എന്താണ് terms, factors, coefficient. Term, factors, coefficient. അപ്പോൾ നമുക്കറിയാം ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇപ്പോൾ 4x + 5 എന്നുള്ളൊരു എക്സ്പ്രഷൻ, 4x + 5 എന്നുള്ളൊരു എക്സ്പ്രഷൻ. ഇതിൽ ടേംസ് എന്ന് പറയുമ്പോൾ 4x എന്നുള്ള ടേം ഉണ്ട്, 5 എന്നുള്ള കോൺസ്റ്റന്റ് ടേം ഉണ്ട്, ഒരു വേരിയബിൾ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. അപ്പോൾ എന്താണ് ടേംസ് മനസ്സിലാകുന്നത്? ആ എക്സ്പ്രഷനിൽ ഉള്ള 4x ഉം 5 ഉം നമുക്ക് എന്താ പറയാം ടേംസ് എന്ന് പറയുന്നത്. 2 ടേംസ് ആണല്ലേ ഈ എക്സ്പ്രഷനിൽ വരുന്ന 4x ഉം 5 ഉം. അപ്പോൾ ടേംസ് ആർ ആഡഡ് ടു ഫോം എക്സ്പ്രഷൻ. ഒരു എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, then factors. എന്താണ് factors? Terms themselves can be formed as the product of factors. ഓരോ ടേമും പ്രൊഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് അല്ലേ, അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ 4x എന്നുള്ള ടേം 4x മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ് 4x എന്ന ടേം ഉണ്ടായത്. 5 ഉം 1 ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5 എന്നുള്ള ടേം ഉണ്ടായത്. അപ്പോൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, terms themselves can be formed as the product of factors. Okay, അപ്പോൾ ഇതിന്റെ 4x ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 4 ഉം x ഉം. ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടതാണ് കോഎഫിഷ്യൻസ്. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, എന്താണ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the numerical factor of a term is called its numerical coefficient or simply coefficient. അപ്പോൾ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ടേമിലെ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദി ടേം. ഇപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ടോ, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് 4. എക്സിന്റെ തൊട്ട് കാണുന്ന ന്യൂമറിക്കൽ വാല്യൂ ആണ് 4. അതിനാണ് നമ്മൾ എന്താ പറയുക കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ 7xy എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കാം. അതിലെ കോഎഫിഷ്യന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം xy എന്നുള്ള വേരിയബിൾ ടേം, അതിലെ ന്യൂമറിക്കൽ വാല്യൂ എന്താണ് 7. അപ്പോൾ അതിനാണ് നമ്മൾ എന്താ പറയുന്നത് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് മോണോമിയൽ, ബൈനോമിയൽ ആൻഡ് പോളിനോമിയൽ. 3 ഫാക്ടറുകൾ മോണോമിയൽ, ബൈനോമിയൽ, പോളിനോമിയൽ. എന്താ മോണോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മോണോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽജിബ്രിക് എക്സ്പ്രഷൻ, ഒറ്റ ടേം ഉള്ളത് നമുക്ക് എന്താ പറയാം എക്സ്പ്രഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടേം ഈസ് കോൾഡ് മോണോമിയൽ. നോട്ട് ചെയ്തോളൂ, expression that contains only one term is called monomial. എക്സ്പ്രഷനിൽ 2 ടേം ആണെങ്കിലോ ബൈനോമിയൽ, എക്സ്പ്രഷനിൽ 3 ടേം ആണെങ്കിലോ ഇതെന്താ പറയാ ട്രൈനോമിയൽ എന്ന് പറയാം. അപ്പം ഇനിയിപ്പോൾ 2 കൂടുതലിനോ
ടേമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മൊത്തത്തിൽ എന്താ പറയുക പോളിനോമിയൽ എന്ന് പറയാം. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ ഒരു ടേം ആണെങ്കിൽ മോണോമിയൽ, ഒരു എക്സ്പ്രഷനിൽ രണ്ട് ഇതിന്റെ എക്സാമ്പിൾ പറഞ്ഞ 4x ഒരൊറ്റ ടേമുള്ളൂ, അല്ലെങ്കിൽ 2xy ഒരൊറ്റ ടേമുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ് മോണോമിയൽ. ഓക്കെ, ഇത് ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ട് ടേംസാണ്. 4x + 2 3y - 1 ഉണ്ടോ? ഈ എക്സ്പ്രഷനൊക്കെ രണ്ട് ടേം, ഇതാണ് ബൈനോമിയൽ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ടേം വരാണ് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പോളിനോമിയലിന്റെ എക്സാമ്പിൾ കൊടുത്താൽ 2x + 3y + 7 2x + 3y + 7z ആണോ? 1 2 3 3 ടേംസ് വന്നിട്ടുള്ളതാണ് പോളിനോമിയൽ. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് സെക്ഷൻ 9.4 ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ്. ലൈക്ക് ആൻഡ് അൺലൈക്ക് ടേംസ്. ലൈക്ക് ടേം അൺലൈക്ക് ടേം നമ്മൾ ഓൾറെഡി 7th ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ വേരിയബിൾ ഡിഗ്രി സെയിം ആയിട്ട് വരുന്ന അതിനാണ് നമ്മൾ എന്താ പറയുന്നത് ലൈക്ക് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു സെറ്റ് കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. 7x 14x 7y 7xy 5x square 5x square minus 9x square minus 5yx. ഇപ്പോൾ കുറേ എക്സ്പ്രഷൻസ് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇതിൽ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് സെയിം ആയിരിക്കണം. രണ്ട് എക്സ്പ്രഷനിൽ ലൈക്ക് ടേംസ് ആണെന്ന് പറഞ്ഞെങ്കിൽ കുറേ ടേമുകൾ ഇവിടെ ഉണ്ട് അല്ലേ? 1 2 3 4 5 6 7 ടേംസ് ഉണ്ട്. ഈ ടേമിൽ ലൈക്ക് ടേംസ് ഏതാണ് അൺലൈക്ക് ടേംസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേരിയബിൾ സെയിം ആണ്, ഡിഗ്രി സെയിം ആണ്. വേരിയബിൾ സെയിം ആണ്, ഡിഗ്രി സെയിം ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു 7x ഉം 14x ഉം ലൈക്ക് ടേംസ് ആണ്. കാരണം എക്സിലുള്ള വേരിയബിൾ സെയിം ആണ്, ഡിഗ്രി സെയിം ആണ്. കാരണം എക്സിന്റെ പവർ വന്നാണ്, ഇവിടെ എക്സിന്റെ പവർ വന്നാണ്. 7y ഉം നമുക്ക് 7y ലൈക്ക് ആയിട്ടുള്ള ടേം ഉണ്ടോ? നോ. ഓക്കെ, അപ്പോൾ നമുക്ക് 7y മാറ്റി നിർത്താം. 7xy ഉണ്ട്, -5xy ഉണ്ട്. അതായത് -5 x ആണ്, x എന്ന് പറഞ്ഞാൽ xy തന്നെയാണ്. അപ്പോൾ 7xy എന്നുള്ളതും -5xy എന്നുള്ളതും ലൈക്ക് ടേംസ് ആണ്. കാരണം xy പവറും സെയിം ആണ്. അപ്പോൾ ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. ഇനി നോക്കൂ 5x square ഉം -9x രണ്ടും ലൈക്ക് ആണ്. ബിക്കോസ് x square x എന്നുള്ള വേരിയബിൾ ആണ്, പവറും സെയിം ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഇങ്ങനെ ടേം വിചാരിക്കാം. അപ്പോൾ 5y². അപ്പോൾ ഇത് മൂന്നും ലൈക്ക് ടേംസ് ആണ്. നോ, ബിക്കോസ് x² ഇവിടെ എന്താണ്, പവർ സെയിം ആണ്, ബട്ട് വേരിയബിൾ മാറ്റുന്നത് y ആയിട്ടുണ്ട്. അപ്പോൾ അത് ലൈക്ക് ടേംസ് അല്ല. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ലൈക്കും അൺലൈക്ക് ടേംസ്. ഓക്കെ, ഇനി നമുക്ക് അഡീഷൻ ചെയ്യാം, സബ്ട്രാക്ഷൻ ചെയ്യാം. ആൽജിബ്രിക് എക്സ്പ്രഷൻസിന്റെ അഡീഷനും സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കൂ, പേജ് നമ്പർ 139 എക്സാമ്പിൾ 1 നമുക്ക് ചെയ്യാം അല്ലേ? 7xy + 5yz - 3zx, 4yz + 9zx - 4y, -3xz + 5x - 2xy. ഈ എക്സ്പ്രഷൻസ് ഒക്കെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട് 7th ക്ലാസ്സിൽ. എങ്ങനെയാണ് കോളം മെത്തേഡ് ഓഫ് അഡീഷൻ. ലൈക്ക് ടേംസുകളൊക്കെ ഒരു കോളത്തിൽ ഇങ്ങനെ എഴുതിയിട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ വേയിലാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 7xy + 5z - 3zx ആ ഒരു എക്സ്പ്രഷൻ ആവുന്ന ടേം ഞാൻ എടുക്കുന്നു. ഏതാണ് 7 അല്ലെങ്കിൽ ആ ടേം നമുക്ക് എന്തായിരുന്നു, ആ എക്സ്പ്രഷൻ ആണ് അല്ലേ? 7xy + 5yz - 5yz
3z 3z ഇത് നമുക്ക് കണ്ടെടുക്കാം. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ഓരോ കോളത്തിൽ എഴുതാം. 7x5 ലൈക്ക് ആയിട്ട് ടേമുകൾ എഴുതാം, 5y ലൈക്ക് ആയിട്ട് ടേമുകൾ എഴുതാം, -3zx ലൈക്ക് ആയിട്ട് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ എക്സ്പ്രഷനിൽ ഇതിൽ ലൈക്ക് ആയിട്ട് ടേം ഉണ്ടോ? 7x5 ലൈക്ക് ആയിട്ട് ടേം നോക്കിക്കാൻ രണ്ടാമത്തെ എക്സ്പ്രഷനിൽ യെസ് ഇല്ല, നോ നോ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇവിടെ ബ്ലാങ്ക് ആയിട്ട് കൊടുക്കാം അല്ലേ. ഇനി മൂന്നാമത്തെ എക്സ്പ്രഷൻ ഉണ്ടോ എക്സ് വൈക്ക്? യെസ്, -2xy അല്ലേ. xy -2xy, അപ്പൊ -2xy. ഓക്കെ, ഇനി രണ്ടാമത്തെ ടേം 5yz. അപ്പൊ 5yzനെ ലൈക്ക് ആയിട്ട് രണ്ടാമത്തെ എക്സ്പ്രഷനിൽ 4yz + 4yz 4yz. മൂന്നാമത്തെ ടേം ഇല്ല, നമുക്ക് ഇവിടെ കൊടുക്കാം, ഒന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത എക്സ്പ്രഷൻ -3zx. അതിന് ലൈക്ക് ആയിട്ടുള്ള ടേം രണ്ടാമത്തതിലുണ്ടോ? 9z 9zx 9 + 9zx. മൂന്നാമത്തതിലുണ്ടോ? മൂന്നാമത്തതിൽ yes -3zx 3zx. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എല്ലാ ടേമുകളും നമ്മൾ എഴുതി കഴിഞ്ഞു. ഒരു വൈൻ്റെ ടേം ഉണ്ട് അല്ലേ, -4y. അത് നമുക്ക് എവിടെയാണ്? -4y ആഡ് ചെയ്യേണ്ടതാണല്ലോ. -4y അത് ഏത് എത്രാമത്തെ എക്സ്പ്രഷനിലാണ്? -4y രണ്ടാമത്തെ റോ എഴുതാം. -4y നിങ്ങൾക്ക് ആഡ് ചെയ്യാം. കോയിഫിഷ്യന്റുകൾ നോക്കുക. xy കോയിഫിഷ്യന്റ് 7 ആണ്, 7. xy കോയിഫിഷ്യന്റ് ഇവിടെ -2 ആണ്, അപ്പോൾ 7 + -2 5 5xy. 5 ഉം 4 ഉം ആഡ് ചെയ്യുമ്പോൾ 9. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, അപ്പോൾ 9 + 9y -3 ഉം 9 6 6 ഉം -3 ഉം 3. അതായത് 3zx 3zx. ഇവിടെ ഒന്നുമില്ല ആഡ് ചെയ്യാൻ, -4y നമുക്ക് എഴുതാം. ആൻസർ എന്തായിരുന്നത് 5xy + 9yz + 3zx - 4y. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യുന്നത് എന്താണ്? xz zx എന്താണ്? സെയിം ആണ്. xz zx എന്താണ്? സെയിം ആണ് കേട്ടോ. xz zx സെയിം ആണ്. ഓക്കെ, ഇനി അതേപോലെ നിങ്ങൾ എക്സാമ്പിൾ 2 ഒന്ന് ചെയ്തത് നമ്മൾ 7th ഡിസ്കസ് ചെയ്ത അതേ കോളം മെത്തേഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ഇതേ കോളം ചെയ്ത് എക്സാമ്പിൾ 2 പേജ് നമ്പർ 139 എക്സാമ്പിൾ 2 ചെയ്ത എക്സാമ്പിൾ 2 ഇതേപോലെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എക്സസൈസ് 9.1 എല്ലാ പ്രോബ്ലംസും വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, എല്ലാ പ്രോബ്ലംസും നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും. അഡീഷണൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമുക്ക് സെക്ഷൻ 9.6ലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്തതിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡിങ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ആൾജിബ്രിക് എക്സ്പ്രഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? പേജ് നമ്പർ 142 നോക്കൂ. മൾട്ടിപ്ലിക്കേഷൻ ഏതൊക്കെ കേസ് വരും? ഒരു മോണോമീലിനെ ഒരു മോണോമീൽ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത്, ഇല്ലെങ്കിലോ നമുക്ക് ഇങ്ങനെ ഒരു ഒരു മോണോമീലിനെ ബൈനോമീൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു കേസ് വരാം. അതായത് അല്ലെങ്കിൽ മോണോമീലിനെ പോളിനോമീൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതായത് ബൈനോമീൽ കൊണ്ട് അല്ലെങ്കിൽ മോണോമീലിനെ ട്രൈനോമിയൽ കൊണ്ട് പോളിനോമിയൽ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസൊക്കെ നമുക്ക് വരാം. അല്ലെങ്കിൽ പോളിനോമിയൽ ബൈ പോളിനോമിയൽ, രണ്ട് പോളിനോമിയലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസും വരാം. അപ്പോൾ ഈ കേസിലൊക്കെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് നോക്കൂ നിങ്ങൾ. പേജ് നമ്പർ 142 സെക്ഷൻ 9.7.1. അതിന് പറയുന്നത് മൾട്ടിപ്ലൈ 2 മോണോമിയൽ വളരെ ഈസിയാണ് അല്ലേ. 2 മോണോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. ഇങ്ങനെയാണ് 2 മോണോമിയലിനെ മൾട്ടിപ്ലൈ ചെയ്യാം.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യെസ് നമുക്ക് x3y എക്സും 3y രണ്ടും മോണോമിയലാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x ഇൻറ്റു 3y എങ്ങനെ വരുന്നത് x ഇൻറ്റു 3y. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടത് x ഇൻറ്റു 3y എപ്പോഴും ന്യൂമറിക്കൽ വാല്യൂ ആദ്യം ഇടുക കേട്ടോ. എക്സും 3 ഇൻറ്റു 3y എന്ന് പറഞ്ഞാൽ x ഇൻറ്റു 3y ന്യൂമറിക്കൽ വാല്യൂ 3 ആണ്. ഈ എക്സും വൈയും മൾട്ടിപ്ലൈ x ഇൻറ്റു 3xy. രണ്ട് മോണോമിയലുകൾ ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് 5x 3y മൾട്ടിപ്ലൈ ചെയ്ത് 5x 3y. അപ്പോൾ എന്താ ചെയ്യേണ്ടത് രണ്ടും ഇൻറ്റു ചെയ്ത് പിന്നെ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യം എഴുതുക 15 അല്ല എഴുതുക 3 into 5 50xy. ഇതേപോലെ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് 5x, -3y 5x, -3y. ഓക്കെ, ഈസിയാണ് ആ ടോപ്പിക്. ഓക്കെ, then next section 9.72 multiplying 3 or more monomial. For example 4x ഉം 5y ഉം 7 സെറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് 3 or more മോണോമിയൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഒരു 3 മോണോമിയൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 4x 5y 7 മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കറിയാം ഇൻറ്റു ഒരു ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആദ്യം എഴുതാം 4 into 5 20 20 into 7 140. ഓക്കെ, നമുക്ക് എന്ത് പറയാം 140. അപ്പോൾ 140 into x into y into z x y z 140 into x y z is here. Yes. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. 4xy 5x square y square 4xy 5x square y square 5x square y square 6x cube y cube 6x cube y cube. ഇത് നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമുക്ക് ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ കോഎഫിഷ്യന്റുകൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാൻ നോക്കാം. 4 into 5 20 20 into 6 120 into xy into x square y square into x cube y cube. അപ്പൊ ഈ കേസിൽ വരുമ്പോഴേ ഇവിടെ നോക്കൂ നിങ്ങൾ, നമുക്ക് ഇവിടെ എക്സും എക്സ് സ്ക്വയറും എക്സ് ക്യൂബും മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. കാരണം എക്സും വൈയും മാത്രമേ വേരിയബിൾ ആയിട്ട് വരുന്നുള്ളൂ. എക്സിന്റെ ടേമുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ടും വൈ ടേമുകളൊക്കെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഇവിടെ എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എന്താ എക്സും എക്സ് സ്ക്വയറും എന്താ നമുക്കറിയാം എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ആയി. എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബ് എക്സ് റേസ് ടു 6 എന്താ പറയുക എക്സ് റേസ് ടു 6. അപ്പോൾ 120 ഇൻറ്റു എക്സ് റേസ് ടു 6 ഇൻറ്റു വൈയും വൈ സ്ക്വയർ വൈ ക്യൂബ് ഇൻറ്റു വൈ ക്യൂബ് വൈ റേസ് ടു 6 അപ്പോൾ 120 ഇൻറ്റു എക്സ് റേസ് ടു 6 ഇൻറ്റു വൈ റേസ് ടു 6 is the correct answer. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. എക്സാമ്പിൾ 3 പേജ് നമ്പർ 143 എക്സാമ്പിൾ 3 ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ബിക്കോസ് അവിടെ ഒരു റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് അറിയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തും തന്നിട്ടുണ്ട് ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏരിയ അവിടെ നിന്ന് ഫില്ല് ചെയ്ത് പേജ് നമ്പർ 143 എക്സാമ്പിൾ 3. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയോ വോളിയം ഓഫ് റെക്ടാങ്കുലർ ബോക്സ് ഗിവൺ ലെങ്ത് ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഒരു റെക്ടാങ്കുലർ ബോക്സിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റെക്ടാങ്കിൾ ബോക്സ് കണ്ടിട്ടുണ്ട്. ഇതൊരു ബോക്സ്, ഇതിന്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്.
L into B into H. അതാണ് ഇക്വേഷൻ വോളിയം ഓഫ് റെക്ടാങ്കുലർ ബോക്സ്. ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സാമ്പിൾ 4 ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന് ചെയ്തു എക്സാമ്പിൾ 4. ഓക്കെ. അതുപോലെ തന്നെ എക്സസൈസ് 9.2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലുള്ള മോണോമിയലുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ഫിഫ്ത്ത് ക്വസ്റ്റ്യനും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ. അപ്പം എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പോൾ ഇവിടെ മോണോമിയലിന് ഡിഗ്രി ഒന്നും ഇല്ലെങ്കിൽ ഈസിയാണ്. ന്യൂമറിക്കൽ കോഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്ത വേരിയബിൾ ടേം അപ്പുറത്ത് എഴുതുക. ഒരു ഡിഗ്രി ഒക്കെ ടേമിന്, അതായത് വേരിയബിൾസിന് വരുമ്പോൾ നമുക്കറിയാം എക്സ്പോണൻസ് എന്നുള്ള ഭാഗത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. A⁻m A⁻n എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. A⁻m+1. ഇപ്പോൾ ഇവിടെ x × x² x³ എന്ന് പറയണം. x⁻² എന്ന് പറയാം. x⁴ × x² എന്താ പറയുക? x⁴ × x². x⁻⁶ x⁴+2 ക്ലിയർ ആയിട്ടുണ്ടാവും. ആ ഭാഗം നമ്മൾ ചെയ്യാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 144, സെക്ഷൻ 9.8. Section 9.8. In section 9.8, multiplying a monomial by a polynomial. Multiplying a monomial by a polynomial. അപ്പോൾ നമുക്ക് ഇനി മോണോമിയലിനെ എന്ത് ചെയ്യണം? പോളിനോമിയൽ മീൻസ് മോണോമിയലിനെ ബൈനോമിയൽ കൊണ്ട്, ട്രൈനോമിയൽ കൊണ്ട്, പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സെക്ഷൻ 9.81 എന്താണ് പറയുന്നത്? മൾട്ടിപ്ലൈങ് എ മോണോമിയൽ ബൈ എ ബൈനോമിയൽ. മോണോമിയൽ എന്ന് പറഞ്ഞാൽ അറിയാം ഒരു ടേം ഉള്ളത്, ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ 2 ടേം ഉള്ളത്. അപ്പോൾ ഒരു മോണോമിയലിനെ ബൈനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം. 2x ഉം 3x + 5xy. 2x ഉം 3x + 5y. 3x + 5xy. 3x + 5xy. രണ്ട് എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ എപ്പോഴും ഇതിന് ബ്രാക്കറ്റ് കൊടുക്കുക. 2 ടേമുള്ള ബൈനോമിയലിന് ബ്രാക്കറ്റ് കൊടുക്കുക. 2 ടേമുള്ള ബൈനോമിയലിനെ കൊടുക്കുക, ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ. ബൈനോമിയൽ നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുക. ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോണോമിയലിനെ ബൈനോമിയലിലെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. മനസ്സിലായല്ലോ? മോണോമിയലിലെ ബൈനോമിയലിലെ ഓരോ ടേം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നോക്കൂ 2x ഉം 3x ഉം മൾട്ടിപ്ലൈ ചെയ്യും. 2x ഉം 3x ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ 2 × 3 6, x × x x² ആകുമ്പോൾ 6x². ക്ലിയർ ആയോ? ഓക്കെ. ഇനി 2x ഉം 5xy മൾട്ടിപ്ലൈ ചെയ്യും. 2x ഉം 5xy മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 5 10 പ്ലസ് 10 x × x x², 10x²y. എന്താ വരുന്നത്? യെസ്, എന്താ വരുന്നത്? 2 6x² പ്ലസ് 10x²y. 10x²y. ഓക്കെ. ഇന്ന് നമുക്ക് എക്സാമ്പിൾ 5 ഒന്ന് ചെയ്യാനോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ ടോപ്പിക് ഒന്ന് ചെയ്യാം. 5y + 2 3x. 5y + 2 3x മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. 5y + 2 3x മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റ് കൊടുക്കണം. ബൈനോമിയൽ ആയതുകൊണ്ട് ബ്രാക്കറ്റ് നമുക്ക് കൊടുക്കാം. 3x × 3x. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3xനെ 5y + 2 എന്നുള്ള ബൈനോമിയൽ ഓരോ ടേം കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 3xനെ 5y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പറയും 15xy. 15xy പ്ലസ് 2 × 3x 6x. ഈസി അല്ലേ? അപ്പോൾ നമുക്കറിയാം അങ്ങനെ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് മൾട്ടിപ്ലൈങ് എ മോണോമിയൽ ബൈ എ ട്രൈനോമിയൽ. മൾട്ടിപ്ലൈങ് എ മോണോമിയൽ ബൈ എ ട്രൈനോമിയൽ.
ഇപ്പോൾ ട്രൈനോമിയലിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതേപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ആൻഡ് ഇവാലുവേറ്റ് ദം ആസ് ഡയറക്റ്റ്. ഓക്കെ, അതിന് മുന്നേ നമുക്ക് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന മോണോമിയൽ ബൈ എ ട്രൈനോമിയൽ നോക്കാം. മോണോമിയൽ ട്രൈനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ഒന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? ഓക്കെ, ഈ 3p എന്നുള്ളൊരു മോണോമിയൽ ഉണ്ട്. നമുക്കൊരു ട്രൈനോമിയൽ എടുക്കാം. 4p² plus 5p plus 7. 4p² plus 5p plus 7. അപ്പോൾ 3p into 4p² plus 5p plus 7 എന്നുള്ളൊരു ട്രൈനോമിയൽ ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ബൈനോമിയൽ ഓരോ ടേമിനെയും മോണോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഇവിടെ അതേപോലെ തന്നെ മോണോമിയൽ 3p ആണ്. 3pനെ ആദ്യം 4p² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Then 3pനെ 5p കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Then next 3pനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ നിങ്ങൾ ചെയ്തോളൂ. 3p into 4p², 3 into 4 12, p into p² p³ plus 3p into 5p, 3 into 5 15, p into 3 p² 15p² plus 3p into 7, 3 into 7 21p. The answer will be 12p³ plus 15p² plus 15p² plus 21p. Okay, clear ആയല്ലോ? ഞാൻ പിന്നെ ഇതൊന്നും എഴുതിക്കോളൂ. Example 5 നമുക്ക് ചെയ്യാം അല്ലേ? Example 5 ഇവിടെ simplify the expressions and evaluate them as direct. ആദ്യം സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്യണം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണ് ക്വസ്റ്റ്യൻ. എക്സ് ഇൻറ്റു എക്സ് മൈനസ് ബി പ്ലസ് 2. അപ്പോൾ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ അവിടെ ചിലപ്പോൾ മോണോമിയനെ ബൈനോമിയനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ഇവാലുവേറ്റ് ദം ആസ് ഡയറക്റ്റ്. ഇവാലുവേറ്റ് ദം ആസ് ഡയറക്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യണം. മീൻസ് നിങ്ങൾ നോക്കൂ ഏ ക്വസ്റ്റ്യൻ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 2 ഫോർ എക്സ് ഈക്വൽ ടു 1. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക എങ്ങനെ ചെയ്യുന്നു. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 2 എന്നുള്ളൊരു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 3 പ്ലസ് 2 എന്നുള്ളൊരു എക്സ്പ്രഷൻ 4x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നതാണ് ആദ്യം ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മോണോമിയൽ ബൈനോമിയൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് x² എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x പ്ലസ് 2. ഇപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് എക്സിന് 1 കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, എക്സിന് 1 കൊടുക്കുമ്പോൾ x² 1² ആവും. 3x 3 into 1 ആവും. 1² എന്ന് പറഞ്ഞാൽ 1, 3 into 1 എന്ന് പറയുമ്പോൾ -3. അപ്പോൾ 1 minus 3 plus 2 1 minus 3 plus 2 1 minus 3 plus 2. ക്ലിയർ ആയോ? ഇനി ഇവിടെ നോക്കൂ 1 2 3 ആണ്. 3 minus 3 0. അപ്പോൾ നമുക്കിവിടെ എന്തായാലും 0 എന്നാണ് മനസ്സിലായത്. വാല്യൂ നമുക്ക് 1 കൊടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നത്. ഇതേ മോഡൽ നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. 3y into 2y minus 7 minus 3 into y minus 4 minus 63 for y equal to minus 2. ഒന്ന് ക്ലിയർ ആയത് നിങ്ങളത്? ഓക്കെ, എന്നാൽ നമുക്ക് എക്സാമ്പിൾ 6 ചെയ്യാം. ആഡ് 5m into 3 minus m and 6m² minus 13m. ആഡ് ചെയ്യാനോ അല്ലേ? നോക്കാം, നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾ ചെയ്യണ്ട. ഇപ്പം ഞാൻ ചെയ്തിൻ്റെ മോഡൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എക്സാമ്പിൾ 6 നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ? എന്താണ് ഫസ്റ്റ് ആഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ? എന്താണ്? Yes, 5m into 3 minus 5m into 3 minus m 5m into 3 minus m and 6m² minus 6m² minus 13m 6m² minus 13m. ഇത് രണ്ടും ആഡ് ചെയ്യാനാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നോക്കില്ല, ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. കാരണം ഇതൊരു മോണോമിയലും ബൈനോമിയലും മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫോമാണ്. അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ 5m into 3 15m 5m into minus m minus 5m².
ഇനി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ലൈക്ക് പ്രിൻസിപ്പിൾ കോളം മെത്തേഡ് ആഡ് ചെയ്യാൻ എനിക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോളം മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യെസ്, ഇവിടെ കോളം മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ട, ഞാൻ കോളം മെത്തേഡ് ഉപയോഗിക്കും. 15 മൈനസ് 5x സ്ക്വയർ പ്ലസ് 6n സ്ക്വയർ മൈനസ് 30m. 15m ഉണ്ട് മൈനസ് 30m ഉണ്ട്. അപ്പോൾ എന്താണ് 15m മൈനസ് 30m? 50 മൈനസ് 30 2 അല്ലേ? അപ്പോൾ 2m. നമുക്ക് മൈനസ് 5x സ്ക്വയർ പ്ലസ് 6n സ്ക്വയർ. അപ്പോൾ എന്തായി? 6 minus 5 1n plus 1n square. Answer will be 2m plus 1n square. 2m plus m square. M square plus 2m. കാരണം ഡിഗ്രി കൂടുതലുള്ളത് ആദ്യം എടുക്കുള്ളൂ. m square plus 2m. ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് അത് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യത്തെ എക്സാമ്പിൾ 6 പേജ് നമ്പർ 145 എക്സാമ്പിൾ 6 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ ചെയ്യാൻ, ആഡ് ചെയ്യാൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമ്പിൾ 7 കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ 7 എന്താണ്? സബ്ട്രാക്ട് 3pq into 3pq into 3pq into p minus 2 from 2pq into p plus 2. p plus 2. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോറി, സബ്ട്രാക്ട് ചെയ്യണം അല്ലേ? ഈസിയാണ്. സബ്ട്രാക്ഷൻ അഡീഷൻ തമ്മിൽ നമുക്ക് ആവശ്യത്തിന് എക്സ്പ്രഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നോക്കാം. ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 3pq into p 3p square q. കാരണം p square 3p square q 3pq into minus 2 minus 3pq square. Okay, this is 2pq into p 2p square q plus 2pq into q 2pq square. Then add subtract this from this number, this from this. Appo add idena 2p square q plus 2pq square subtract cheyyanam. Edana subtract cheyyunnathu? 3p square 2 minus 3pq square. ഇങ്ങനെ എഴുതുന്നതാണ് ഏറ്റവും ശ്രദ്ധിച്ചേരുന്ന കാര്യം. ഇത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഈസി തന്നെയാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി എഴുതണം. ഈ ഒരു വേ ഇതിൽ നിന്ന് ഇതാണ് സബ്ട്രാക്ട് ചെയ്യാൻ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുന്നത് ക്ലിയർ ആക്കാം. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ 2p square q plus 2pq square minus 3p square q plus അറിയാലോ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കാൻ പ്ലസ് 3pq square. കാരണം ഇവിടെ ബ്രാക്കറ്റ് പറഞ്ഞ നെഗറ്റീവ് ആയതുകൊണ്ട് ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ടേമിന്റെ സൈൻ ചേഞ്ച് ചെയ്യാൻ അറിയാം. ഈ നോക്കൂ 2p square q ഉണ്ട് പ്ലസ് minus 3p square q ഉണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ വരും 2p square q minus 3p square q. അപ്പോൾ ആൻസർ വരും minus p square q minus 1p square q. ശരിയല്ലേ? കാരണം മൈനസ് 3 ആണ്, അപ്പോൾ minus p square q. 2pq square plus 3pq square. അപ്പോൾ ടോട്ടൽ plus 5pq square. അപ്പോൾ ആൻസർ വരുന്നത് minus p square q plus 5pq square. ക്ലിയർ ആയല്ലോ? പിന്നെ ഇങ്ങനെയും ചെയ്യേണ്ടത് എക്സസൈസ് 9.3 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻഡ് 5. ഓക്കെ, then see you next class. Thank you.